അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വ്യാപാര യുദ്ധം ആരംഭിച്ചതിനു ശേഷം പെട്ടെന്ന് തന്നെ നിർത്തലാക്കിയിരുന്നു. മാത്രമല്ല, ദ്രുതഗതിയിലുള്ള നയമാറ്റങ്ങൾ യഥാർത്ഥത്തിൽ രാജ്യത്തെ വലിയ ആശങ്കയിലാണ് ഇപ്പോൾ ആക്കിയിരിക്കുന്നത്. ഈ നയമാറ്റങ്ങൾക്ക് പിന്നാലെ രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് പരിഭ്രാന്തിയിലാണ് ഇപ്പോൾ അമേരിക്കയിലെ ജനങ്ങളെല്ലാം. രാജ്യത്ത് പണപ്പെരുപ്പം ഉണ്ടാകുമെന്ന തരത്തിൽ റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഇതിനെ തുടർന്ന് അവധിക്കാല യാത്രകൾ, ഭവന നവീകരണ പദ്ധതികൾ തുടങ്ങിയ അധിക ചെലവുകൾ കുറയ്ക്കാനുള്ള കഠിന പരിശ്രമങ്ങളാണ് ജനങ്ങൾ നടത്തുന്നത്. മിഷിഗൺ സർവകലാശാലയുടെ സൂക്ഷ്മമായി നിരീക്ഷിച്ച ഉപഭോക്തൃ വികാര സൂചിക മാർച്ച് പകുതിയോടെ 11% കുറഞ്ഞ് 57.9% മാറിയിരുന്നു. കഴിഞ്ഞ മാസം ഡെമോക്രാറ്റുകളുടെ ഭരണത്തിന്റെ അവസാന മാസത്തിൽ 64.7 ആയിരുന്നു ഉപഭോക്തൃ വികാര സൂചിക എന്നത്. മറ്റൊരു ശ്രദ്ധേയമായ കാര്യം, ഡെമോക്രാറ്റ് ഭരണകാലത്തെ ഏറ്റവും കുറഞ്ഞ സൂചിക കൂടിയായിരുന്നു ഇത്. 2008-2009 സാമ്പത്തിക പ്രതിസന്ധിയുടെ ആഴം ഉൾപ്പെടെ ഡെമോക്രാറ്റുകളുടെ വികാരം ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ലാത്ത ഏറ്റവും താഴ്ന്ന നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. ട്രംപിന്റെ നീക്കങ്ങൾ മൂലമുണ്ടാകുന്ന ഏതെങ്കിലും ഹാസ്യകാല സാമ്പത്തിക ആഘാതം പിന്നീട് ഗുണം ചെയ്യുമെന്ന തരത്തിലും പലർക്കിടയിലും വിലയിരുത്തലും അതുപോലെ പ്രതീക്ഷയുമുണ്ട്. എന്നാൽ നിലവിലെ സാഹചര്യം റിപ്പബ്ലിക്കന്മാർക്ക് പോലും മോശമായിട്ടാണ് കൂടുതലും അനുഭവപ്പെടുന്നത്. രാജ്യത്ത് സാമ്പത്തിക മാന്ദ്യം ഉണ്ട് എന്നത് അടുത്തിടെ ട്രംപ് പോലും അംഗീകരിച്ചിരുന്ന ഒരു യാഥാർത്ഥ്യമാണ്. സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചുള്ള മങ്ങിയ വികാരം സ്വയം രൂപപ്പെടുന്ന ഒരു പ്രവചനമായി ഒരുപക്ഷെ ഇത് മാറ്റുവാനും സാധ്യതയുണ്ട്. പരിഭ്രാന്തരായ ഉപഭോക്താക്കൾ ചെലവുകൾ വെട്ടിക്കുറയ്ക്കാനുള്ള ശ്രമങ്ങളാണ് കൂടുതലും നടത്തിവരുന്നത്. ഇത് ചെലവുകളെയും സാമ്പത്തിക വളർച്ചയും കാര്യമായി തന്നെ ബാധിക്കും. സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചുള്ള കണക്കുകൾ സാമ്പത്തിക വിദഗ്ധർ രേഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അത് വളരുമെന്ന് തന്നെയാണ് ഇപ്പോഴും അവർക്കിടയിൽ നിലനിൽക്കുന്ന ഒരു പ്രതീക്ഷ. ജനുവരിയിലെ ഉപഭോക്തൃ ചെലവ് ഏകദേശം 4 വർഷത്തിനിടയിലെ ഏറ്റവും വലിയ പ്രതിമാസ ഇടിവ് കൂടിയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അവയിലൊന്ന് മോശം കാലാവസ്ഥയും കാരണമായേക്കാം. ബാങ്ക് ഓഫ് അമേരിക്ക വെളിപ്പെടുത്തുന്നത് മാർച്ച് 8 അവസാനിച്ച 7 ദിവസങ്ങളിൽ ഉപഭോക്താക്കൾ അവരുടെ ക്രെഡിറ്റ്, ഡെബിറ്റ് കാർഡുകൾക്കായി ഒരു വർഷം മുമ്പിലുള്ളതിനേക്കാൾ 2% കൂടുതൽ ചെലവഴിച്ചതായിട്ടാണ്. പക്ഷേ എയർലൈനുകൾക്കായുള്ള ചെലവ് 7.1% വീട് മെച്ചപ്പെടുത്തുന്നതിനുള്ള ചെലവുകൾ 2.7% കുറഞ്ഞുവെന്നും അവർ വെളിപ്പെടുത്തുന്നുണ്ട്. ഭക്ഷണം പോലുള്ള ആവശ്യ വസ്തുക്കളിൽ പോലും അവർ കുറഞ്ഞ വിലയിലുള്ള ബ്രാൻഡിലേക്ക് മാറുവാനുള്ള സാധ്യതയുമുണ്ട്. തൊഴിൽ വിപണി ഉറച്ചതായതിനാലും ഉയർന്ന ഭവന വിലകളിൽ നിന്ന് പലരും ഇപ്പോൾ അവരുടെ സ്വകാര്യ സമ്പത്തിൽ വലിയ നേട്ടങ്ങൾ ആസ്വദിക്കുന്നതിനാലും ആളുകൾക്ക് മിതമായി മാത്രമേ ചെലവ് വെട്ടിക്കുറയ്ക്കാൻ കഴിയുകയുള്ളൂ. കാഷ്വൽ വസ്ത്രങ്ങൾ മുതൽ ആഡംബര വസ്തുക്കൾ വരെയും മദ്യം മുതൽ നിത്യോപയോഗ സാധനങ്ങൾ വരെയും എല്ലാം നിർമ്മിക്കുന്ന കമ്പനികൾക്ക് ഉപഭോക്തൃ ആവശ്യകതയിലെ മാന്ദ്യത്തെക്കുറിച്ച് നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച ഡെൽറ്റ എയർലൈൻസും അമേരിക്കൻ എയർലൈൻസും അവരുടെ ആദ്യ പാദമാർഗ നിർദ്ദേശം വെട്ടിക്കുറയ്ക്കുകയും ചെയ്തു. സാമ്പത്തിക വികാരത്തിലും ഉപഭോക്തൃ ആത്മവിശ്വാസത്തിലും എന്തോ സംഭവിക്കുന്നുണ്ടെന്ന് ഡെൽറ്റ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എഡ് ബാസ്റ്റ്യൻ പറയുകയുണ്ടായി. വിലക്കയറ്റത്തിന്റെ ആഘാതത്തിൽ വലയുന്ന തൊഴിലാളി വർഗ, മധ്യവർഗ ഉപഭോക്താക്കൾ നവംബർ തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ചെലവുകൾ വെട്ടിക്കുറയ്ക്കാനുള്ള നടപടികൾ കൈക്കൊണ്ടിട്ടുമുണ്ട്. ഫെബ്രുവരിയിൽ നാഷണൽ ഫെഡറേഷൻ ഓഫ് ഇൻഡിപെൻഡന്റ് ബിസിനസ് ഉടമകൾ നടത്തിയ വോട്ടെടുപ്പിൽ ചെറുകിട ബിസിനസ്സുകൾ നേരിടുന്ന അനിശ്ചിതാവസ്ഥ കഴിഞ്ഞ 50 വർഷത്തിനിടയിലെ രണ്ടാമത്തെ ഉയർന്ന നിലയിലേക്ക് എത്തിയിരുന്നു. തിരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ഒക്ടോബറിലായിരുന്നു ഈ അനിശ്ചിതത്വം ഏറ്റവും കൂടുതൽ ഉയർന്നിരുന്നത്. വോട്ടെടുപ്പിനെ തുടർന്ന് തുടർച്ചയായി രണ്ടാമത്തെ മാസം വിൽപ്പന പ്രതീക്ഷകൾ കുറഞ്ഞു വരികയും ചെയ്തു. ഫെഡറൽ ജീവനക്കാരിലും വർദ്ധിച്ച ഉത്കണ്ഠ കാര്യമായി തന്നെ പ്രകടമായിരുന്നു. എലോൺ മസ്കിന്റെ ഗവൺമെന്റ് കാര്യക്ഷമതാ വകുപ്പ് തങ്ങൾക്കായി എന്താണ് കരുതി വെച്ചിരിക്കുന്നതെന്നതിൽ അവരെല്ലാം വളരെയധികം ആശങ്കാകുലരാണ്. പക്ഷേ രാജ്യത്ത് ജോ ബൈഡന്റെ ഡെമോക്രാറ്റ് പാർട്ടിക്കുള്ള പിടിയൊക്കെ ഏതാണ്ട് നഷ്ടമായിട്ടുണ്ടെന്നാണ് CNN നടത്തിയ പുതിയ പോൾ ചൂണ്ടിക്കാട്ടുന്നത്. ട്രംപിനോടുള്ള പ്രീതി ഇടിഞ്ഞാലും അവിടെയും ഡെമോക്രാറ്റ് പാർട്ടിക്ക് ഒരു സാധ്യതയുമില്ല എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. മാർച്ച് 6-നും 9-നും ഇടയിൽ പോൾസ്റ്റർ SSRS നടത്തിയ ഈ വോട്ടെടുപ്പിൽ പാർട്ടിയുടെ അംഗീകാര റേറ്റിംഗ് വെറും 29% മാത്രമായിരുന്നു നിലനിന്നിരുന്നത്. 1992 മുതൽ CNN നടത്തിയ പതിവ് പോളിംഗിൽ ഇത് റെക്കോർഡ് കുറവാണ് രേഖപ്പെടുത്തിയത്. അവിടെയും റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ റേറ്റിംഗ് നിലവിൽ 36% പോൾ തെളിയിക്കുന്നുണ്ട്. ഏതെങ്കിലും പാർട്ടി നേതാവിനെ ഏകീകരിക്കുന്നതിലും ഡെമോക്രാറ്റുകൾക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് പോൾ ഫലം സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ന്യൂയോർക്ക് പ്രതിനിധി അലക്സാൻഡ്രിയ ഒക്കാസിയോ കോർഡിനേറ്റ്സ് ലഭിച്ച പിന്തുണയേക്കാൾ താഴെയാണ് മുൻ വൈസ് പ്രസിഡന്റും ഡെമോക്രാറ്റിക് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയുമായ കമല ഹാരിസിന് കൂടുതലും ലഭിച്ചിരിക്കുന്നത്. ബൈഡന്റെ നില ഇതിലും ഒരുപാട് താഴെയാണ്.